വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇന്നു മുതൽ 6ാം സെമസ്റ്റർ പരീക്ഷകൾ ആരംഭിക്കാൻ പോവുകയാണല്ലോ. പല വിദ്യാർത്ഥികളും ചോദിച്ചിരുന്നു, എത്ര മാർക്ക് വേണം ഡിഗ്രി എന്ന പ്രോഗ്രാം ജയിക്കാൻ, അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിനും എത്ര മാർക്ക് മിനിമം വേണം ജയിക്കാൻ എന്നത്. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്, വീണ്ടും ആവർത്തിക്കുന്നെന്ന് മാത്രം. ഓരോ സബ്ജക്റ്റിലും 35% മാർക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സബ്ജക്റ്റ് ജയിക്കാം. സപ്ലിമെൻ്ററി ഇല്ലാതെ മുന്നോട്ട് പോകാം. സാധാരണഗതിയിൽ 75 മാർക്കിൻ്റെയും 100 മാർക്കിൻ്റെയും പരീക്ഷകളാണ് നിങ്ങൾക്കുള്ളത്. 75 മാർക്ക് എന്ന് പറയുമ്പോൾ 60 മാർക്ക് എക്സ്റ്റേണലും 15 മാർക്ക് ഇൻറ്റേണലും. 100 മാർക്കിൻ്റെ പരീക്ഷ എന്ന് പറയുമ്പോൾ 80 മാർക്കിൻ്റെ എക്സ്റ്റേണലും 20 മാർക്കിൻ്റെ ഇൻറ്റേണലും. അങ്ങനെയാണ് സാധാരണഗതിയിൽ പരീക്ഷകൾ ഉണ്ടാവാറുള്ളത്. ഇതിൽ 75 മാർക്കിൻ്റെ പരീക്ഷയിൽ ഒരു കുട്ടി 27 മാർക്കാണ് മേടിക്കേണ്ടത്. അതുപോലെ തന്നെ 100 മാർക്കിൻ്റെ പരീക്ഷയിൽ 35 മാർക്ക് വാങ്ങിച്ചിരിക്കണം. ഈ 35% എന്ന് പറയുമ്പോൾ 20% എഴുത്ത് പരീക്ഷയിലൂടെയും അതുപോലെ തന്നെ 15% നമ്മുടെ ഇൻറ്റേർണൽ വഴി കൂടിയാണ് നിങ്ങൾ വാങ്ങിക്കേണ്ടത്. സെപ്പറേറ്റ് മിനിമം മാർക്ക് വേണമെന്നൊക്കെ പറയുന്നുണ്ട്. ഇക്കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഈ 35% എന്ന് പറയുന്നത് ജസ്റ്റ് പാസ്സാണ്. നിങ്ങളുടെ ഗ്രേഡ് നോക്കുകയാണെങ്കിൽ ഡി ഗ്രേഡാണ്. ആരും ഒരിക്കലും ജസ്റ്റ് പാസ്സാവാൻ വേണ്ടി നിങ്ങൾ പഠിക്കരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനേക്കാൾ കുറച്ച് മാർക്ക് കുറഞ്ഞാൽ നിങ്ങളുടെ തോൽവിക്ക് അത് കാരണമാകും. അതുകൊണ്ട് കുറച്ചും കൂടി കൂടുതലായിട്ട് പഠിക്കാൻ നോക്കുക. പലരും ചോദിച്ചതുകൊണ്ടാണ് നമ്മളിങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓരോ കാലഘട്ടം കൂടുന്തോറും നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ 10ാം ക്ലാസ് എന്ന് പറയുമ്പോൾ വലിയ ഒരു കാര്യമായിരുന്നു. എന്നാൽ അതിനുശേഷം +2 വന്നപ്പോൾ അതും വലിയ കാര്യമായിരുന്നു. എന്നാൽ നിങ്ങളിപ്പോൾ ജീവിക്കുന്നത് വേറൊരു ലോകത്താണ്, വേറൊരു യുഗത്തിലാണ്. അതുകൊണ്ട് മിനിമം ഡിഗ്രി എന്ന ക്വാളിഫിക്കേഷൻ നിർബന്ധമാണ്. അതിൽ 50%-ലധികം, ഒരു 55% ഉണ്ടെങ്കിലാണ് ബാക്കിയുള്ള ജോലികൾക്കോ അല്ലെങ്കിൽ പല എക്സാംസിനും നമുക്ക് എഴുതാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് വീണ്ടും ആവർത്തിക്കുന്നത്, ജസ്റ്റ് പാസ് മാത്രമല്ല, അറ്റ്ലീസ്റ്റ് 55% എങ്കിലും നിങ്ങൾ മാർക്ക് വാങ്ങിക്കാൻ നോക്കണം ഡിഗ്രി എന്ന പ്രോഗ്രാമിന്. എന്നാൽ മാത്രമാണ് പിന്നീടുള്ള നിങ്ങളുടെ വഴികൾക്ക് കുറച്ചും കൂടി സന്തോഷകരമായ നിമിഷങ്ങൾ സമ്മാനിക്കാൻ സാധിക്കുകയുള്ളൂ. ഇക്കാര്യം ഓർത്ത് വയ്ക്കുക. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതുമാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.